ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സോയ എഗ് മസാലയാണ്. അപ്പോൾ നമ്മൾ സോയ ചങ്ക്സ് വെച്ച് ഒരു വളരെ വ്യത്യസ്തമായ രീതിയിൽ പല രീതിയിൽ നമ്മൾ റെസിപ്പീസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് സോയ എഗ് മസാല നിങ്ങൾക്ക് വളരെ റെയറായിട്ടായിരിക്കും കാണുന്നത്. നല്ല ടേസ്റ്റാണ്. ആ മുട്ടയുടെ മഞ്ഞയുടെ ഒരു ഗ്രേവി ഇതൊക്കെ സോയയിലേക്കും ഗ്രേവിയിലിട്ടൊക്കെ ഇറങ്ങി ഒരു വെറൈറ്റി ടേസ്റ്റാണ്. കറക്റ്റ് ബീഫ് കറി നമുക്ക് ചോറിൻ്റെ ഒപ്പം ഇറച്ചിക്കറി തിന്നുന്ന ഫീലാണ് നമുക്ക് ഈ രീതിയിൽ സോയ മസാല ഉണ്ടാക്കിയാൽ. വളരെ സിമ്പിളാണ്, എന്നാൽ ഇച്ചിരി ടൈം എടുത്ത് വേണം ഇത് ഉണ്ടാക്കാനെന്ന് വെച്ചാൽ സോയ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതേ ഞാൻ ഒരു 1/2 കിലോ സോയാബീൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ആദ്യം കഴുകണ്ട. നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ നമുക്കിത് നന്നായിട്ട് ആദ്യം നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. നന്നായിട്ട് തിള പൊങ്ങുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് 1 സ്പൂൺ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി അത് നിങ്ങളുടെ ഇഷ്ടത്തിന്, നമ്മൾ അതിന് അളവും കാര്യങ്ങളൊന്നും പറയണില്ല, ഇഷ്ടത്തിന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വെട്ടി തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ സോയ ചങ്ക്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നുവെച്ചാൽ കുറച്ച് നേരം അതിൽ കിടന്ന് ഒന്ന് വേകണം. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് നേരം അതൊന്ന് തിളപ്പിക്കാം. ഒരു 5 മിനിറ്റ് മതിയാകും. അതിന് ശേഷം നന്നായിട്ട് പതയൊക്കെ പൊന്തി തിളച്ചുകൊണ്ടിരിക്കണേന്ന് വെച്ചാൽ ഇതിനൊരു മക്ക് ചുവയുണ്ട്, അത് മാറാനായിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുക്കുകയും ചെയ്യണം. അപ്പോൾ അതേ നമ്മുടെ സോയ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വാങ്ങിയിട്ട് ഒരു പച്ചവെള്ളത്തിൽ നന്നായിട്ട് കഴുകി പിഴിഞ്ഞ് ഇതിൽ വെള്ളം കയറണം, നന്നായിട്ട് ഊറ്റി വെക്കാം. അതിനുശേഷം ഒരു 4 താറാമുട്ട നന്നായിട്ട് വേവിച്ചെടുക്കാം. താറാമുട്ട തന്നെ നിങ്ങൾ മാക്സിമം ഉപയോഗിക്കാൻ നോക്കുക. എന്ന് വെച്ചാൽ നമുക്ക് കോഴിമുട്ട അധികം കഴിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല. കോഴിമുട്ട കഴിക്കേണ്ടെന്നല്ല, ശരീരത്തിന് എപ്പോഴും നല്ലത് താറാമുട്ടയാണ്. താറാമുട്ട മിക്കവർക്കും ഇഷ്ടപ്പെടാനും ചാൻസ് കുറവാണ്. ഞാൻ മാക്സിമം റെക്കമെൻഡ് ചെയ്യണതാണ് നിങ്ങളോട് താറാമുട്ട മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് തിളപ്പിക്കാം. നമുക്കൊരു 10-15 മിനിറ്റ് താറാമുട്ട വേവിക്കാൻ വെക്കാം. അപ്പം നമുക്ക് അപ്പോഴത്തേക്കും ഒരു 2 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാല നമ്മൾക്ക് ആ ടേസ്റ്റ് അനുസരിച്ച് ആവശ്യത്തിന് ഇട്ടു. അപ്പോൾ കുറച്ച് ഗരം മസാല ഇട്ട് നന്നായിട്ട് ഇത് നമുക്ക് കുറച്ച് തിരുമ്മി വെക്കാം. നന്നായിട്ട് തിരുമ്മി വെക്കാം. ആ കൂട്ടത്തിൽ ഒരു സ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മി വെക്കാം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് ഞാൻ പേസ്റ്റായിട്ടാണ് എടുത്തേണത്. അപ്പോൾ അതും കൂടി നന്നായിട്ട് തിരുമ്മി കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ അതൊന്ന് മസാലയൊക്കെ സോയയിലേക്ക് പിടിക്കാനായിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ അതിൻ്റെ മസാലയൊക്കെ പിടിക്കട്ടെ. അപ്പോൾ നമുക്ക് മുട്ട എന്തായെന്ന് നോക്കാം. മുട്ട വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടുവെള്ളം ആയതാണ്, അത് ഇറക്കി വെച്ച് മുട്ട ഒന്ന് പച്ചവെള്ളത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ മുട്ടയുടെ വേഗം ആറിക്കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പച്ചവെള്ളത്തിൽ ഇട്ട് വെച്ചേക്കണത്. അപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പ്രൊസീജിയറിലേക്ക് പോകാം. ചീനച്ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടിയിൽ എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് അത് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ പുരട്ടി വെച്ചേക്കണ സോയ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സോയ ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് അടിക്കൊക്കെ പിടിക്കാൻ ചാൻസ് ഉള്ളതാണ്. വളരെ സിമ്മിലിട്ടിട്ട് നന്നായിട്ട് ചെറിയ തീയിൽ ഇളക്കി കൊടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് ടൈം എടുക്കും ഈ കറി ഉണ്ടാക്കാനായിട്ട്. എന്ന് വെച്ചാൽ വളരെ സിമ്മിലിട്ടിട്ട് വേണം, ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം സോയ വേവിച്ചെടുക്കാനായിട്ടും വറുത്തെടുക്കണം. നന്നായിട്ട് വറുത്ത് മൊരിഞ്ഞൊരു പാകത്തിന് കിട്ടണം നമുക്ക് ഈ സോയ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാകുള്ളൂ. അപ്പോൾ അതേ നമുക്ക് പയ്യെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനായിട്ട് പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 3 സവാളയും 2 വലിയ പച്ചമുളകാണ്. അപ്പോൾ 3 സവാളയും
2 പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ സോയ നന്നായിട്ട് വറുത്ത് മൊരിഞ്ഞ് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഈ സവാള ആഡ് ചെയ്യാം. സവാള ആദ്യമേ മൂപ്പിച്ചെടുക്കുകയല്ല, സവാള നമുക്ക് മൊരിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ കൂടെ ഇട്ട് എന്നുവെച്ചാൽ നന്നായിട്ട് മൂക്കുകയും വേണ്ട, സവാള വാടുകയും മൂക്കുകയോ ഒന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ആ ഒരു ബ്രൗൺ ഷെയ്ഡ് ആവണതിന് മുമ്പ് ഒന്ന് വാടി കിട്ടിയാൽ മതി. അതും നമുക്ക് കുറച്ച് നേരം ഇളക്കി കൊടുക്കണം. എന്നുവെച്ചാൽ സോയ അടുക്കി പിടിക്കുന്ന കാരണമാണ് ഇതെല്ലാം ലോ ഫ്ലെയിമിലിട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ എണ്ണ വറ്റി പോകുന്നു, സോയയിലേക്ക് വേഗം വെളിച്ചെണ്ണ പിടിക്കണ കാരണം അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. കുറച്ച് വെളിച്ചെണ്ണ കുറേശ്ശെ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതേ സവാളയൊക്കെ നന്നായിട്ട് വാടി കിട്ടി തുടങ്ങുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്കൊരു 2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. പക്ഷെ മല്ലിപ്പൊടി നമ്മൾ മസാല മറ്റേ സോയ ചങ്ക്സ് മസാല പുരട്ടി വെച്ചപ്പോഴത്തേക്കും നമ്മൾ ഇട്ടിട്ടില്ല. അപ്പം കുറച്ച് നേരം ഒന്ന് മല്ലിപ്പൊടിയും കൂടി മൂത്ത് കിട്ടണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ദേ ഞാൻ പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കണേണ്. അതിനുശേഷം ഞാൻ ഇതൊരു മെത്ത വെള്ളം, അതിന് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഇതൊക്കെ ഗ്രേവിയും കാര്യങ്ങളൊക്കെ അടുക്കി പിടിച്ചിട്ടുമുണ്ട്. പിന്നെ ഈ മല്ലിപ്പൊടി മൂപ്പ് കുറവാണ്. മല്ലിപ്പൊടിയും കൂടി ഒന്ന് വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് വെള്ളത്തിൽ കിടന്നതൊന്ന് വെന്ത് കിട്ടാനും കൂടി ആയിട്ടാണ് മല്ലിപ്പൊടിയുടെ ആ കുത്തൽ മാറാനും കൂടി 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഞാൻ നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെട്ടിത്തിളച്ച് നമുക്ക് കുറുകിയ ആകണ വരെ എടുക്കാമെന്ന് വെച്ചാൽ നന്നായിട്ട് വെട്ടിത്തിളച്ച്, ഇപ്പോൾ വെള്ളം ഇച്ചിരി കൂടുതലാണ്, അതൊക്കെ ഒന്ന് വറ്റി കുറുകിയ പാകമാകണം. അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കുറച്ച് മസാലപ്പൊടിയുടെ കുറവ് വരും. മസാലപ്പൊടി നമ്മൾ കറക്റ്റ് അളവിലല്ല ആഡ് ചെയ്യേണ്ടത്. ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചാണ്. ചിലവർക്ക് മസാലപ്പൊടി കുറച്ച് വേണ്ട വരും, അല്ലെങ്കിൽ മസാലയുടെ ടേസ്റ്റ് അധികം വേണ്ടി വരുള്ളൂ. അത് അവർക്ക് ആവശ്യത്തിനനുസരിച്ച് ഇടാം. അപ്പോൾ അതേ കുറച്ച് മസാലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് തിളക്കണം, തിളച്ചൊന്ന് കുറുകിയ പാകമാണ്. അപ്പോൾ അത് വെട്ടി തിളച്ചുകൊണ്ടിരിക്കണേണ്. അപ്പോൾ നമ്മൾ ഏകദേശം റെഡിയായി തുടങ്ങുന്നുണ്ട്. വെട്ടി തിളങ്ങുന്ന സമയത്ത് നമുക്ക് ഈ മുട്ട നന്നായിട്ട് തൊലിയൊക്കെ പൊളിച്ച് 4ആയിട്ട് അരിഞ്ഞെടുക്കണം. അരിഞ്ഞിട്ട് നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കണം. ആദ്യം ഇട്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും. ഓൾറെഡി അതിൻ്റെ ഉണ്ണിയും കാര്യങ്ങളൊക്കെ പൊടിഞ്ഞു പോകും. ഉണ്ണി അതിലേക്ക് ഇറങ്ങിയാലാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ അതേ കുറുകിയൊരു പാകമാകുമ്പോൾ ഞാൻ മുട്ട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണതാണ്. ഫുള്ള് അത് ഇതുപോലെ ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം കൂടി വീണ്ടും ഇളക്കി കൊടുക്കാം. അപ്പോൾ ചില മുട്ടയുടെ പീസിൽ നിന്ന് ഉണ്ണിയൊക്കെ നമുക്ക് വിട്ടുപോകും, അത് വിഷയമില്ല. നമുക്ക് എന്നാലേ ഗ്രേവിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോയെന്നറിയില്ല. നമ്മൾ ഈ മസാലച്ചാറിലേക്ക് ഉണ്ണി മിക്സ് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചപ്പാത്തിയുടെയൊക്കെ കൂടെ, പുട്ടിൻ്റെ കൂടെ അതുപോലത്തെ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതേ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നുവെച്ചാൽ കുറുകി തുടങ്ങുമ്പോൾ തന്നെ അടുക്കി പിടിച്ച് ഒടുങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഇളക്കി കൊടുക്കണം. അപ്പോൾ കുറച്ച് ചാറിരുന്നാലും കുഴപ്പമില്ല. അത് വറ്റി നമ്മൾ ഇറക്കി കഴിയുമ്പോൾ വറ്റി അതൊരു കുറുകിയ പാകമാവും. മസാലയൊക്കെ പിടിച്ച് സോയയിലേക്ക് ഇറങ്ങി നല്ല ടേസ്റ്റാവും. അപ്പോൾ ഇത് നമ്മുടെ ടേസ്റ്റിയായ സോയ ചങ്ക്സ് മസാല റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. നല്ല ബീഫ് കറി മാറി നിൽക്കും. വെജുകാർക്ക് ഇപ്പോൾ ഇറച്ചിക്കറിയുടെ ടേസ്റ്റിനായിട്ട് കഴിക്കാൻ പറ്റിയ കറിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.